സാധാരണക്കാർക്ക് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടില് നമ്മള് പുളിനാരങ്ങയൊക്കെ പിഴിഞ്ഞ് നാരങ്ങയൊക്കെ വാടിയിട്ടും ഒക്കെ കളയുന്ന നാരങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അല്ലേ? അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഷ് വാഷ് നമുക്ക് തയ്യാറാക്കി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞ ചെലവ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും പാത്രങ്ങളും ഒക്കെ വെട്ടിത്തിളങ്ങും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് വാടിയ നാരങ്ങയാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയേ വാടിയ നാരങ്ങയുള്ളൂ. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങിയ നാരങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുരുക്കളൊന്നും കളയുന്നൊന്നുമില്ല. എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം എടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു 4-5 നാരങ്ങ നല്ല നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാടിയ നാരങ്ങ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ എടുത്തത്. ഇതുപോലെ ഉണങ്ങി പിരിഞ്ഞ നാരങ്ങയൊക്കെ എടുക്കുക കേട്ടോ. ഒന്നും കളയരുത്. പിഴിഞ്ഞിട്ട് ബാക്കി വെച്ച നാരങ്ങ തോടോ എല്ലാം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. കംപ്ലീറ്റും ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വിസിലടിച്ചിട്ട് എടുക്കണം, വേവിച്ചിട്ട് എടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ഉള്ള ടൈമുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ലിക്വിഡ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നാരങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഗ്യാസ് ലാഭമാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പഴയ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുക്കർ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ കുക്കർ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഒരു 3-4 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഞാനിവിടെ ഒരു 4 വിസിലടിച്ച ശേഷം അതൊന്ന് നോക്കുന്നുണ്ട്. നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അല്ലുകളൊക്കെ വേറിട്ട് വേറിട്ട് വരണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ നാരകത്തോട് അടക്കം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെന്ത് കിട്ടണം എന്ന് പറയുന്നത്. ഇതൊന്ന് അല്പം ചൂട് മാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ആ നാരങ്ങ മാത്രം ഇട്ട് അടിക്കുകയാണ്. വെള്ളം കൂട്ടി അടിക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് അത് മാത്രം ഇട്ടിട്ട് അടിക്കാം. ബാക്കി വെള്ളം അതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് തോടടക്കം ഞാൻ ഇതിലേക്ക് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നീട് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കളയേണ്ട ആവശ്യമില്ല. എല്ലാം ഇട്ട് ഒരുമിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ പേസ്റ്റ് പോലെ നമ്മൾ നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ വിഷമമാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ബാക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ആ കംപ്ലീറ്റ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ വേവിക്കുമ്പോൾ അത് നാരങ്ങ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തരി പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നാരങ്ങയുടെ തോടോ എന്തെങ്കിലും അരയാതെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പിന്നെ കുപ്പിയിൽ നിന്ന് ഒഴിക്കുമ്പോൾ ഒക്കെ അത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, തരി കണിയുമ്പോൾ. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നേരിട്ട് ചേർത്താൽ മതി. നല്ല കംപ്ലീറ്റ് എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ബാക്കി വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി കുലുക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒഴിക്കാം. അതിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങ വേവിക്കുന്ന സമയത്ത് തന്നെ 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ വേവിച്ചത് കേട്ടോ. അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. മാക്സിമം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബാക്കി വന്നിട്ടുള്ളത്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അതിന് മുന്നായിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലാത്തവരാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗർ ചുരുക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊക്കെ ചേർത്തത് കൊണ്ടാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. നല്ല രീതിക്ക് തിള വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കതൊന്ന് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം.
നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾ ഇറക്കി വെക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് തണിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാത്രത്തിലൊക്കെയുള്ള ജെംസും കാര്യങ്ങളൊക്കെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. സോഡാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പാത്രങ്ങളിലുള്ള എല്ലാ ജെംസും പോകും. നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അത് നമ്മൾക്ക് കണ്ണിൽ കാണാത്ത ബാക്ടീരിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നശിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ടും ചേർക്കുക. ഞാൻ ഇതിലൊരു കാര്യം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ട്, ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കയ്യിലുള്ള ഡിഷ് വാഷ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് പത ആവശ്യമുള്ളവർക്കാണ് അതങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അതല്ല നാച്ചുറലായിട്ട് മതി എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ആ ഡിഷ് വാഷ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് പാത്രം കഴുകുമ്പോൾ നല്ല രീതിക്ക് പതഞ്ഞ് വരണം. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പ്രില്ലാണോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് പതഞ്ഞ് വരും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ, നല്ല രീതിക്ക് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിക്കാം. അപ്പം ഞാൻ നേരിട്ട് തന്നെ ഒഴിക്കുകയാണ്. അത് ഒഴിക്കുന്ന നാളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് ഒഴിക്കുകയാണ്, വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതുപോലത്തെ ഒരു കുപ്പിയിലും വേറെ ഒരു ചെറിയൊരു കുപ്പിയുടെ ഭാഗത്തോളമാണ് എനിക്ക് ഈ ഒരു 5-8 ഒരു മാക്സിമം ഒരു 10 നാരങ്ങയോളം എടുത്തിട്ടുണ്ടാവും കിട്ടിയത് കേട്ടോ. അത് നല്ല നാരങ്ങ തന്നെ എടുക്കണം എന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള വാടിയ നാരങ്ങ മതി. 2 കുപ്പികളിലായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്ക് ഒരു 1.5 മാസത്തിന് മേലെ എത്തും കേട്ടോ. ഈ 2 ചെറിയ കുപ്പി തന്നെ 1.5 മാസത്തിന് മേലെ എത്തും. പിന്നെ നമുക്ക് ഇത് പാത്രം കഴുകാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഗ്യാസ് സ്റ്റൗ, അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന ടിന്ന് ബേസൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിക്ക് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് മാത്രം കാണിച്ചാൽ പോരല്ലോ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് നമ്മുടെ പഴയ ഒരു സ്റ്റൗ ആണ് കേട്ടോ. അപ്പം നല്ല രീതിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് എനിക്ക് ഈ നാരങ്ങയിൽ നിന്ന് ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് കാണിക്കാം. ഈ പാത്രം എന്തായാലും അത്യാവശ്യം നല്ല നിറമുള്ള പാത്രമാണ്. കാരണം അത് പുതിയൊരു കുക്കറാണ് കേട്ടോ, അധികം ഉപയോഗിക്കാത്തൊരു കുക്കറാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല പഴക്കമുള്ള ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പം അതിൽ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാലും പാത്രം നന്നായിട്ട് അധികം പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിവശമൊക്കെ നിങ്ങൾക്ക് കഴുകുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല രീതിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് അത്യാവശ്യം പുതിയ കുക്കറാണ്. അപ്പം ഞാൻ സ്റ്റൗവിൽ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ബാക്കി കപ്പിലുള്ളത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി, ഇത് പഴയൊരു സ്റ്റൗ ആണ് കേട്ടോ. നമ്മൾ ഇത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മുടെ ആ ഒരു സ്വിച്ചിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല കറുപ്പായിട്ട്, എത്ര കഴുകിയാലും പിന്നെയും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കറുപ്പ് കളർ പോലെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ നല്ല രീതിക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തിരിയുന്നുണ്ടാവും, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും